ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമൂർ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. ഫിഷ് കൊണ്ട് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മുറി ചെറുനാരങ്ങ നീര്, ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എല്ലാം കൂടിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കടായി അടുപ്പത്ത് വെച്ചിട്ട് ലേശം ഓയിൽ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചിടണേ. ഇത് മതിയാവും. അപ്പോൾ 2 സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേ ആ എണ്ണയിലോട്ട് തന്നെ ഒരു വലിയൊരു സവാള, ഒരു 5-8 ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. 2-3 പച്ചമുളക്, 2 കൊത്ത് കറിവേപ്പില, രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോഴേ ആ മീനിൽ തിരട്ടാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള ഇട്ടാൽ മതി. ലേശം ഞാൻ കുടംപുളി കട്ട് ചെയ്ത് ഇളകിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുകിയ കട്ട് ചെയ്താണ്. ഇതൊന്ന് കുറുകി വരണം എല്ലാം കൂടിയിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട്. ലേശം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരട്ടെ. ഇതിൻ്റെ ഗ്രേവി, ചോറ് കഴിക്കാൻ ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതാട്ടോ ഫിഷ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഒന്ന് കുറുകി വരണം. ഇതാണല്ലോ വളരെ ടേസ്റ്റി ആയ ഒരു ഗ്രേവി ഫ്രൈ. ടേസ്റ്റി ആയിട്ടുള്ള രണ്ടും കൂടി ചേരും കേട്ടോ. ഫ്രൈ, ഗ്രേവി, ചോറിന് ഇത് മാത്രം മതി കേട്ടോ. മറ്റൊന്നും വേണ്ട. അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ.